അക്ഷരാർത്ഥത്തിൽ സിനിമാ കഥ പോലൊരു അന്വേഷണം. അതാണ് പത്തനംതിട്ട കോട്ടാങ്ങലിലെ ടിഞ്ചു മൈക്കിൾ കൊലക്കേസ്. 2019 തുടക്കത്തിലാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ ടിഞ്ചു മൈക്കിൾ ഭർത്താവുമായി ബന്ധമുപേക്ഷിച്ച് സുഹൃത്ത് ടിജിന്റെ വീട്ടിലെത്തുന്നത്. 6 മാസത്തെ കുടുംബജീവിതം. ആ വർഷം ഡിസംബർ 15-ന് പുറത്തുപോയ ടിജിനും പിതാവും മടങ്ങിയെത്തുമ്പോൾ കണ്ടത് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ടിഞ്ചുവിന്റെ മൃതദേഹമാണ്. ലോക്കൽ പോലീസ് ആത്മഹത്യയെന്നുറപ്പിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞതോടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നു. അതോടെ ടിഞ്ചുവിന്റെ പങ്കാളി ടിജിൻ സംശയനിഴലിലായി. ലോക്കൽ പോലീസും ടിഞ്ചുവിന്റെ മാതാപിതാക്കളും ഒരുപോലെ ടിജിനെ സംശയിച്ചു. പെരുമ്പട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. അന്നത്തെ പെരുമ്പട്ടി SI ഷെരീഫ് ടിജിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച് അവശനാക്കി. ചോര ഛർദ്ദിച്ച ആശുപത്രിയിലായ ടിജിൻ അവിടെ നിന്നിറങ്ങിയ ശേഷം നിയമ പോരാട്ടത്തിനിറങ്ങി. തന്റെ നിരപരാധിത്വം തെളിയിച്ച് സത്യം കണ്ടെത്താൻ കോടതി കയറി. ഈ ലോക്കൽ പോലീസ് അന്ന് ഈ ഷെരീഫ് എന്ന് പറയുന്ന ആൾ എന്നെ ഉപദ്രവിക്കുക 50,000 രൂപ കൈക്കൂലി വാങ്ങുകയോ ചോദിക്കുകയാണ് ചെയ്തത്. മേടിച്ചിട്ടല്ല, ചോദിക്കുകയാണ് ചെയ്തത്. അത് കൊടുക്കാൻ വന്നപ്പോഴാണല്ലോ എന്നെ ഉപദ്രവിച്ചത്. ചിലപ്പോൾ പ്രതിയെ രക്ഷിക്കാനായിരിക്കും അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടായിരിക്കും എന്നെ അത്രയും ക്രൂരമായി ഉപദ്രവിച്ച് എന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചത്. 2020 ഫെബ്രുവരിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. ലോക്കൽ പോലീസ് കാണാതിരുന്ന പലതും ക്രൈംബ്രാഞ്ച് കണ്ടു. അതിൽ നിർണായകമായത് ടിഞ്ചുവിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയിടത്തെ കുരുക്ക്. ആ കയറിലെ കുരുക്ക് ഒരു തടിപ്പണിക്കാരന്റെ അതേ ശൈലിയിലുള്ളതെന്ന് മനസ്സിലായി. ടിഞ്ചുവിന്റെ നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ ബീജമടക്കമുള്ള തെളിവുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്ന ശരീരത്തിലെ 53 മുറിവുകൾ, അതിൽ സ്വകാര്യ ഭാഗത്തെ ചോരപ്പാടുകൾ. ഡിസംബർ 15-ന് ആ വീട്ടിൽ നടന്നത് ക്രൂര ബലാത്സംഗവും കൊലപാതകവുമെന്ന വലിയ കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് നടത്തി. അപ്പോഴും ഒരു ചോദ്യമുണ്ടായിരുന്നു: ഈ ക്രൂരത കാട്ടിയത് ആര്? കൊലപാതകം നടന്ന അന്ന് ടിഞ്ചുവിന്റെ വീടിന് സമീപത്ത് 3 പേരുടെ സാന്നിധ്യം സംശയാസ്പദമായ രീതിയിലുണ്ടായിരുന്നു. അവരെ ക്രൈംബ്രാഞ്ച് നിരന്തരമായി നിരീക്ഷിച്ചു, തുടർച്ചയായി ചോദ്യം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച അന്വേഷണ സംഘം ഡോക്ടറോട് കാര്യങ്ങൾ തേടി. അന്വേഷണം വ്യാപിപ്പിച്ചു. മൃതദേഹത്തിന്റെ നഖത്തിൽ നിന്ന് ലഭിച്ച സാമ്പിൾ ശാസ്ത്രീയ പരിശോധന നടത്തിയതിന്റെ ഫലവും നിർണായകമായി. നഖങ്ങളിൽ അജ്ഞാതനായ ഒരാളുടെ DNA സാന്നിധ്യം കണ്ടെത്തിയതോടെ അന്വേഷണ സംഘം കൊലയാളിയിലേക്ക് അടുത്തു. തടിപ്പണിക്കാരൻ കോട്ടാങ്ങൽ നസീറിലേക്ക് അന്വേഷണമെത്തി. കൊല നടന്ന് 20 മാസങ്ങൾ കഴിഞ്ഞ് 2021 ഒക്ടോബറിൽ നസീർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പിടിയിലായി. ആ ദിവസം പകൽ സമയത്ത് ടിഞ്ചു മാത്രമായിരുന്നു വീട്ടിൽ. തടിക്കച്ചവടക്കാരൻ നസീറിന് സ്ഥലമെല്ലാം പരിചിതമായിരുന്നു. അതിക്രമിച്ചെത്തിയ അയാൾ ടിഞ്ചുവിനെ കടന്നുപിടിച്ചു. തടുക്കാൻ ശ്രമിച്ച 26-കാരിയെ കട്ടിലിൽ തലയിടിപ്പിച്ച് ബോധരഹിതയാക്കി. ശേഷം അയാളുടെ വൃത്തികെട്ട ലൈംഗിക വൈകൃതത്തിന് അബോധാവസ്ഥയിൽ ടിഞ്ചു ഇരയാക്കപ്പെട്ടു. പാതിബോധത്തിൽ അവളെ അയാൾ കയറിൽ കുരുക്കിട്ട് മേൽക്കൂരയിലെ ഇരുമ്പ് ഹുക്കിൽ കെട്ടിത്തൂക്കിക്കൊന്നു. കെട്ടാൻ ഉപയോഗിച്ച ധോത്തി മുണ്ടുപയോഗിച്ചായിരുന്നു കെട്ടിയത്. ലിഗേച്ചറിൽ നിന്നും പ്രതിയുടെ DNA കിട്ടിയിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾക്കൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണ പാഠവും കൂടിയാണ് യഥാർത്ഥ പ്രതി ഇന്ന് ശിക്ഷിക്കപ്പെടാനുള്ള കാരണം. ആ കയറിലെ കുരുക്ക് ടിജിനെ സംശയനിഴലിൽ നിന്ന് കുറ്റവിമുക്തനാക്കി. അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP പ്രതാപൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അതേസമയം ഒരു നിരപരാധിയെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടക്കുകയാണ്. ഒരു ദിവസം ഇവരെ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. എനിക്കതിൽ ആ പെൺകുട്ടിയുടെ ആത്മാവിനോട് ഞാൻ 100%, എൻ്റെ കൂടെ അത്ര നാൾ 6 മാസമെങ്കിൽ 6 മാസം എൻ്റെ കൂടെ ജീവിച്ചതിൽ ആ പെൺകുട്ടിക്ക് കാര്യങ്ങൾക്ക് പുറകെ നടക്കാൻ ആരുമില്ലായിരുന്നു. ഒരു കേസിനോ കാര്യത്തിനോ എനിക്ക് ഇന്ന് അതിന് നീതി മേടിച്ചു കൊടുത്തു. അതിൻ്റെ ആത്മാവിനോട് 100% ഞാൻ നീതി പുലർത്തിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആത്മഹത്യ എന്ന് കരുതേണ്ടിയിരുന്ന ദൃക്സാക്ഷികൾ ആരുമില്ലാതിരുന്ന കേസിൽ കൊലയാളിയെ നിയമത്തിന് മുൻപിലെത്തിച്ചതിൽ അന്വേഷണ സംഘത്തിന്റെ മികവിനൊപ്പം പങ്കാളി ടിജിന്റെ നിയമ പോരാട്ടവുമുണ്ട്. ഇനി നീതി കിട്ടേണ്ടത് ടിജിനാണ്, അയാളേറ്റ അപമാനത്തിന് മർദ്ദനത്തിനുമൊക്കെ. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.